രൂപയാവും. ശരിക്കും അമ്മൂമ്മയുടെ പൈസ ഇല്ലേ? അമ്മൂമ്മയുടെ സ്വർണ്ണല്ലേ? മൊത്തം 4 കോടിയുടെ തട്ടിപ്പ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിലും നമ്മുടെ ഭവാനി അമ്മൂമ്മ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന നിമിഷങ്ങളാട്ടെ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഭവാനി അമ്മൂമ്മ നമ്മുടെ ലച്ചുവിനോടും കേശുവിനോടും പറയാണ്, മക്കളെ എന്റെ കുഴമ്പും തൈലൊക്കെ തീർന്നടാ, എനിക്കത് മേടിച്ച് തന്നെ 800 രൂപയാകും എന്നൊക്കെ പറയുവാണ്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടേ, പൈസ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ലച്ചുവിനും കേശുവിനും ഭയങ്കര സംശയം, ഇനി അമ്മൂമ്മയുടെ അടുത്ത് ശരിക്കും പൈസ ഒന്നും ഇല്ലേ, അമ്മൂമ്മക്ക് അപ്പോ ഈ ചെലവൊക്കെ എങ്ങനെ കഴിച്ചു പോകുന്നു എന്നൊക്കെ ഭയങ്കര ചർച്ചയാട്ടോ. അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട്, അവിടുത്തെ പടവലം സൊസൈറ്റിയിൽ എന്തോ കുറച്ച് പൈസ കിടക്കുന്ന കാര്യം എനിക്കറിയാം, പക്ഷെ എത്രയാണെന്നൊരു ഊഹമില്ല എന്ന് പറയുക കേട്ടോ. പിന്നീട് അടുക്കളയിൽ ഇത് ചർച്ചയാവുന്നുണ്ട്. അപ്പൊ കനകം പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ 500ഉം 700ഉം എന്നൊക്കെ പറഞ്ഞ് എണ്ണി പൈസ ഓരോ സ്ഥലത്തേക്ക് കൊടുത്തു വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ ഒന്ന് പെടുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ കേശുവും ലച്ചും കൂടെ ഒരു കിടിലൻ ബുദ്ധി ഇറക്കുകയാണ്. അതായത് നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ലച്ചു പറയും, ഫോണിൽ ഒരു മെസ്സേജ് വന്നെന്ന് പറഞ്ഞ് വായിച്ചു കൊടുക്കും. അതായത് പടവലം സൊസൈറ്റി എന്താ പറയാ കൊള്ള ചെയ്യപ്പെട്ടു, 4 കോടി രൂപയോളം നഷ്ടത്തിലായി എന്നൊക്കെ ഇങ്ങനെ ഒരു വാർത്ത, കള്ള വാർത്ത നമ്മുടെ ലച്ചുവും കേശുവും കൂടെ ഉണ്ടാക്കി വായിക്കുവാട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭവാനിയമ്മ അയ്യോ എന്റെ എല്ലാം പോയി എന്നും പറഞ്ഞിട്ട് അങ്ങനെ തലയിൽ കൈവച്ച് നിൽക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഭവാനിയമ്മയുടെ കള്ളത്തരൊക്കെ പൊളിഞ്ഞ് പാളീസാവുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.